നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ രാവിലെ ഒരു വാർത്ത കണ്ടതാണ്. കോട്ടയം പുതുപ്പള്ളിയിൽ രണ്ട് പാസ്റ്റർമാരെ തടഞ്ഞു നിർത്തിയിട്ട് പാസ്റ്റർമാരെ അവിടെ 2-3 സമൂഹ വിരുദ്ധർ, അതായത് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആക്രമണം തന്നെയെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർമാർ കാര്യമായിട്ട് കുറ്റങ്ങളൊന്നും ചെയ്തില്ല, രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തില്ല. അവരെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ മയക്കുമരുന്ന്, മദ്യം, അതുപോലെ തന്നെ ഈ ബ്രൗൺ ഷുഗറും മറിച്ചതും ഒക്കെ കണ്ട മയക്കുമരുന്നും ലഹരി വസ്തുക്കളൊക്കെ സമൂഹത്തിന് കണ്ടമാനം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് അവർ വിമർശിച്ചു, അത് വാദിച്ചു, അതിനെപ്പറ്റിയിട്ട് അവർ ഒരു സമരം ചെയ്ത പോലെ അവർ വാദിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മനുഷ്യനെ വഴി തെറ്റിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരൊരു വാർത്ത പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് സമൂഹ വിരുദ്ധരായ 2-3 പേരെന്ന് പറയുന്നത്. 2 ആളെ കാണുന്നുണ്ട്, ഒരാൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ അവരെ വളരെ ഒരു പാസ്റ്റർ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഒരാൾ ലേശം കൂടി വയസ്സായ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ആ വാഹനത്തിൻ്റെ ഇടത്തെ സൈഡിൽ സീറ്റിലിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇറങ്ങുന്നില്ല, അദ്ദേഹം പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 1-2 ആൾക്കാർ വന്നിട്ട് ഇവരെ അങ്ങോട്ട് ടോർച്ച് ചെയ്യാണ്. അപ്പോൾ ഇന്നലെ അത് ഒരു മാധ്യമത്തോടെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ഈ കണ്ട ഈ എല്ലാ അക്രമങ്ങളും ഉണ്ടല്ലോ, മയക്കുമരുന്ന് മുതൽ പാൻബ്രാഗ്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ എന്ന് വേണ്ട മനുഷ്യന്മാർക്ക് ഇന്ന് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സംഗതി, അതിനെപ്പറ്റി ഞങ്ങളൊരു വീഡിയോ ചെയ്തു. ഇതാണ് മനുഷ്യൻ്റെ സമൂഹത്തെ നശിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ യുവക്കളായ ചെറുപ്പക്കാർക്കൊക്കെ ഇതൊരു ഹരമാണ്. അവരിതിങ്ങനെ ഉപയോഗിച്ച് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വീട്ടിലും നാട്ടിലൊക്കെ പല അക്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെയാണ് അവർ വീഡിയോ ചെയ്തത്. അത് ചില സമൂഹ വിരുദ്ധർക്ക് പറ്റിയില്ല. ഇവരെ 3 ആൾ വരുന്നു, 3 ആൾ വന്ന് 2 ആൾ ഇവരെ നല്ല രീതിയിൽ ടോർച്ച് ചെയ്യുന്ന തെറി പറയുന്നതായിട്ട് ഒരു രംഗം കണ്ടു. വളരെ മോശമായി. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പുതുപ്പള്ളി ഒരു കൈനടിപ്പോലോ അങ്ങനെ എന്തൊരു പേരാ പറഞ്ഞിരുന്നത്, ആ ജംഗ്ഷനിലാണ്. അപ്പോൾ അവിടെയാണ് 3 ആളുകൾ. 3 ആളെ കാണുന്നില്ല, 2 ആളെ കാണുന്നുള്ളൂ. കാരണം ഇവർക്ക് ഇത് കുരു പൊട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ മയക്കുമരുന്നിന് അടിമയാണ്, അല്ലെ മദ്യത്തിന് അടിമയാണ്, കഞ്ചാവിന് അടിമയാണ്. അപ്പോൾ അതാണ് കുരു പൊട്ടാൻ കാരണം. അതാണ് അവരുടെ പേര് കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും അറിയത്തില്ല, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് സമൂഹത്തിൽ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നലെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഇന്നലെ ഞാൻ ഈ ന്യൂസ് കണ്ടു. പക്ഷേ ഇന്ന് രാവിലെ ഈ ന്യൂസ് ഒന്നും കൂടി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂസ് കിട്ടും. പക്ഷേ എന്നാലും ഞാനത് നോക്കിയില്ല. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. കാരണം ഇനിയിപ്പോൾ അത് പോയ ന്യൂസിനെ പറ്റിയിട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇത്ര കാര്യങ്ങൾ അതിൽ പറയുന്നുള്ളൂ. അല്ലാതെ അവർ വേറെ അനാശാസ്യ പ്രവർത്തനമോ അല്ല രാജ്യദ്രോഹ കുറ്റങ്ങളോ ഒന്നും അവർ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ ആൾക്കാരെ കൈപിടിച്ച് നടത്താനായിട്ടാണ് ഈ പാസ്റ്റർമാർ നോക്കുന്നത്. പാസ്റ്റർമാരായാലും ആരായാലും. പക്ഷേ അതവർക്ക് ചില സംഖ്യകൾക്കും ചില ഈ സമൂഹ വിരുദ്ധർക്കൊക്കെ ഇത് കുരു പൊട്ടും. കാരണം അവർക്കത് മാരകമായിട്ട് ബാധിക്കുമല്ലോ. കാരണം അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഇനി ഈ പാസ്റ്റർമാരിങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും നാളെ മുതൽ ഇത് നിർത്തലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളുടെ കാര്യം കഷ്ടപ്പോകാം. അതാണ് അവർ അത്ര ചൊറിഞ്ഞ് പൊട്ടി കുരു പൊട്ടിട്ട് അവിടെ പ്രഷർ കയറി ഈ പാസ്റ്റർമാരെ ടോർച്ച് ചെയ്യാൻ കാരണം. അവരെ ഉപദ്രവിക്കാത്ത ഭാഗ്യം. ഉപദ്രവിച്ചെന്നും പറയുന്നുണ്ട്, പക്ഷേ നല്ല രീതിയിൽ അവരെ തെറി പറയുന്നുണ്ട്. നല്ല രീതിയിൽ എന്തൊക്കെയോ അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പോടാ എന്നൊക്കെ പറയും. സ്ഥലം വിട്ടു പോ, ഇവിടം വിട്ടു പോ, ഈ പ്രദേശം വിട്ടു പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊന്നും ശരിയായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ അനീതിക്കെതിരെയാണ് ഇവർ വാദിച്ചത്. പക്ഷേ ഈ അനീതിക്ക് എതിരെ വാദിച്ചവരെ ഇവർ ടോർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി ഇതിൻ്റെയൊക്കെ ഈ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ മുൻപന്തിയിലെ ഈ ടോർച്ച് ചെയ്ത ആൾക്കാർ തന്നെയാണ്, ഈ ഭീഷണിപ്പെടുത്തിയ ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ മുന്നിലുള്ളത്. കാരണം അതല്ലെങ്കിൽ അവരങ്ങനെ കുരു പൊട്ടേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് മിണ്ടാതങ്ങ് പോയാൽ പോരെ. പാസ്റ്റർമാരുടെ ജോലി ചെയ്തിട്ട് എന്ന് വെച്ചാൽ പോരെ. എത്ര സ്ഥലത്ത് അല്ലെങ്കിൽ അച്ഛന്മാരായാലും ആരായാലും സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകെ വടിയും വളമായിട്ട് നിങ്ങൾക്ക് പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കല്ല, ഒരാൾക്കും പോകേണ്ട കാര്യമില്ല. സമൂഹത്തിൽ നിന്ന് അക്രമങ്ങൾ കൂടി വരികയാണ് ഈ മയക്കുമരുന്നും കഞ്ചാവും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം. ഞാൻ
ഈ ഒരു പാസ്റ്റർമാരുടെയും അച്ഛന്മാരുടെ കാര്യമല്ല പറഞ്ഞത്, ആരായാലും. അപ്പോൾ അത് ചില സംഘികളായ ജനങ്ങൾക്കത് കുരു പൊട്ടും, അവർക്കത് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവർ ശക്തമായിട്ട് തന്നെ റിയാക്ട് ചെയ്യും. പക്ഷേ ഇതൊന്നും ആരും, ഒരു പാസ്റ്റർമാരോ ഒരു അച്ഛന്മാരോ അല്ല, ആരായാലും ഒരു പൊതു സമൂഹത്തിലൊരു വ്യക്തിയായാലും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അവരിതിൽ തളരേണ്ട കാര്യമൊന്നുമില്ല. അവർ ധീരമായിട്ട് ഇതിനെ മുന്നേറുക. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.